തനിക്ക് എന്താണോ വേണ്ടത്? താൻ എൻ്റെ മകനെ ഒരു മനുഷ്യനാക്കാൻ പറ്റുമോ? അതെന്താ? ഇതാണ് ഔതക്കുട്ടി, എൻ്റെ മകൻ. അതെങ്ങനെ മനുഷ്യനാകൂടോ? അവന്റെ കൂട്ടും മൃഗത്തിനോടൊപ്പം അല്ലേ? അവൻ മനുഷ്യനാണ്, പക്ഷെ മനുഷ്യനുള്ളതൊന്നും അവനില്ല. എന്താടാ പെമ്പിള്ളേരെ വഴിവിടത്തില്ലടാ? അവൻ ചിരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ ഞാൻ ചിരിപ്പിക്കുവോടോ, ഞാൻ ചിരിപ്പിക്കും. വെള്ളത്തിൽ വീഴടാ. മേരിക്കുട്ടിയേ, എടി മേരിക്കുട്ടിയേ, എന്നതാ? എടീ നമ്മുടെ അവതക്കുട്ടിയാ കർത്താവ് വിളിച്ചെന്ന് ദേ പടവുണ്ട്. അയ്യോ, ഉച്ച കഴിഞ്ഞ അടക്ക്. നീ ആ ഉടുപ്പം മുണ്ടിഞ്ഞെടുത്തേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ചെല്ലേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. ഒരെണ്ണമെങ്കിൽ നീ എങ്ങോട്ടാടാ കാലത്തെ? അച്ചാരൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ കാളവണ്ടിക്കാരൻ ചത്തുപോയത്. എന്തോ പറ്റിയതാടാ? അതൊന്നും അറിയത്തില്ല. ശവം എടുത്തൊരുക്കി മുറ്റത്ത് കിടത്തിട്ടുണ്ട്. എന്നിട്ട് നീ എന്താടാ ഇങ്ങനെ പോന്നേ? അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അയാൾ ചിരിപ്പിച്ചു കോലികൾ. ആരുമില്ലേ ഈ കാളകളെ അഴിച്ചൊന്ന് മാറ്റിക്കെട്ടെ? എന്താ പറയതേ? താമസിച്ചോ? ഞാൻ ഇപ്പോഴാടു അറിഞ്ഞത്. എന്താടു തന്റെ മുഖത്തൊരു വിഷമം? എനിക്ക് എപ്പോഴാടോ ഒരു സന്തോഷം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ സന്തോഷം വന്നാലും സങ്കടം വന്നാലും തന്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? പഠിത്തമൊക്കെ കഴിഞ്ഞു, 1-2 ആലോചനകളും വന്നിട്ടുണ്ട്. പക്ഷെ അക്കറം എത്ര വേണമെന്ന്. അതൊക്കെ അങ്ങ് നടക്കൂടൂ. താൻ ആദ്യം അവരോട് സ്നേഹമായിട്ടൊന്ന് പെരുമാറ്. നാട്ടുകാരോടോ വേണ്ട. എടോ, താൻ അവരോടൊന്ന് ചിരിച്ചു കാണിക്കുമെങ്കിലും ചെയ്യടോ. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഉള്ളിൽ തീയും വെച്ചുകൊണ്ട് പുറമേ ചിരിച്ചു കാണിക്കുന്ന വേലത്തരമൊന്നും ഔതയ്ക്ക് അറിയത്തില്ല. അച്ചായ, എഴുന്നേക്ക് അച്ചായ. ഫോട്ടോക്കാര് വരുന്ന അച്ചായ. ആ വായ നടച്ചു വെച്ച അവരെ ഒന്ന് നോക്കച്ചായ. അയ്യോ,
ചായ ദിവസം എന്ത് കിടപ്പാ ചായ എങ്ങനെ കിടന്നാലും ഇനി നമ്മളൊക്കെ പറ്റിയിരിക്കാം. എന്നാലും വേണ്ട ചായ ഇച്ചിരി കൂടിപ്പോയി. എല്ലാം കർത്താവ് തമ്പുരാന്റെ തീരുമാനം. സിസ്റ്ററെ അതേ വരുന്നൊരുത്തൻ നല്ല കോടില്ല വരവ്. വേണ്ടടാ പഞ്ചാലയാ. കൊള്ളാമടാ അവന്റെ ഒരു രാവിലെ തന്നെ എടഞ്ഞെറിഞ്ഞ് എങ്ങോട്ട് പോവാ? എടാ അവതക്കുട്ടിച്ചായൻ ചിരിച്ചെന്ന് പറയുന്ന കേട്ട് ഞാനൊന്ന് കണ്ടേച്ച് വരാന്ന് വിചാരിച്ച. ആട്ടക്കം കഴിഞ്ഞാൽ അവിടെ എത്തുവോ? മേലെ പോവാടാ. മേലെ എന്നാടി ഓട്ടിക്കുന്നത്? മാറാ അങ്ങോട്ടോ. എടാ ഇപ്പൊ വെള്ളമടിച്ചത് ഞാനാ, ഇപ്പൊ ബോധമില്ലാത്ത നിങ്ങൾക്കാണോ? എടാ അവതക്കുട്ടിച്ചാനല്ലേ മരിച്ചേ, അപ്പൊ അങ്ങേരുടെ പടമല്ലേ ഇവിടെ ഒട്ടിക്കേണ്ടത്? അതിപ്പോ അതിന്റെ അനിയന്റെ പടമല്ലേ ഒട്ടിച്ചിരിക്കുന്നത്? എന്റെ പൊന്നിയാട്ടോ ഇത് ഔത്തിക്കുട്ടിച്ചാന്റെ ഫോട്ടോ തന്നെ. പണ്ടങ്ങാന്റെ അടുത്ത് ഫോട്ടോയാ, വേറെ തപ്പിയിട്ട് കിട്ടിയില്ല. ഇത് പണിമുടക്കാം, നമുക്ക് പോവാം. ജന്മന്മാരെല്ലാം ബന്ധമുണ്ടാക്കണം. UC പോന്നെന്ന് പറഞ്ഞ കേട്ടല്ലോ, എന്തായി? സിസ്റ്റർ അറിഞ്ഞായിരുന്നോ? 17-ാം തീയതിയോട് കൂടി പോകാമെന്നാ അച്ചായൻ പറഞ്ഞത്. വന്നല്ലോ പൊതുപ്രവർത്തകര് വന്നല്ലോ. പോവാണ് കാര്യം. വന്നോണ്ടാ അങ്ങ് വിട്ടോക്ക് പോയി. ഒന്ന് കാണു പോയി. കൊള്ളാം എന്തായാലും. അതെ ക്ഷമിക്കണം കേട്ടോ. പിന്നെ പിടിച്ചോ. MLA-യുടെ അമ്മായിയമ്മയ്ക്ക് വെക്കാനുള്ള റീത്തായി പോയി. റീത്ത് മാറിപ്പോയി. വെച്ച സാധനം എടുത്തോണ്ട് പോന്നു. MLA-യുടെ അമ്മായിയമ്മയ്ക്ക് വെക്കാൻ കൊണ്ടുവന്ന സാധനം കണ്ടോ? അവരുടെ ധാരണ ഇത് അത്തപ്പൂവാണ്. റീത്ത് തന്നെയല്ലേ കൊണ്ടുപോയത്? പോയോ? എവിടുന്ന് വന്നടാ ഈ വെള്ളയൊക്കെ ഇട്ട്? ഇനി ഇവന്മാരും വല്ലോ. നല്ല ചിരി. സ്നേഹിതഗണമേ യാത്ര ചേച്ചി 2 ഗോൾ. നീ പറഞ്ഞില്ലേ ആരെ? നമ്മുടെ കാളവണ്ടിക്കാരൻ ഔതിച്ചായൻ. എപ്പോ? കൊള്ളാം. എടാ എന്നാ നമുക്ക് പോയി കണ്ടിട്ട് വരാം. പിന്നാണെങ്കിൽ നടക്കത്തില്ല. എന്നാ ഇപ്പൊ എടുക്കണ്ട ചേച്ചി? എന്നാ പറ്റിയടാ? ആഹാ കിളിക്കുമായിരുന്നോ? നിങ്ങൾ തന്നെ കയറി നോക്ക്. ആടാ അവിടെ പോയി നോക്കാം. എന്തോന്നാടെ ഇത് വായും തുറന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡിയാവും. നിന്റെ ഒരു അഴിഞ്ഞാട്ടം. എന്റെ ചാട്ടം എന്തിനാ ഇവിടെ?
എടി എന്റെ ചാട്ട എന്തിനാ ചോദിച്ചത്? നിന്നെ വിളിച്ചാ കേൾക്കാൻ വയ്യടി. ഞാൻ ചെയ്യോടി. നിന്നെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്റെ കർത്താവേ, സമാധാനമില്ലാത്തൊരു ജീവിതം. ചേച്ചിയേ, എന്താടി ചേച്ചി, നീയോ? ചേച്ചിയെ ശവോടക്കിന് പോയില്ലായിരുന്നു ചേച്ചി? ഓ എന്തായിരുന്നു ചേച്ചി ആ ശവോടക്കെ? ഓ എന്തോ ചിരിയോ ചേച്ചി. ജീവിതത്തിൽ ചിരിക്കാത്ത ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. അയ്യോ ശരിയാവച്ചേ, ഞാനും കേട്ടോ അങ്ങനെ ചിരിച്ചു കിടക്കുന്ന പോലല്ലേ കിടക്കുന്ന. അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാരും ചിരിക്കുക, നമുക്ക് ഇവിടെ ചിരിക്കാൻ പറ്റൂല. ഞാനും കണ്ട നമ്മള് ചിരിച്ചു കിടക്കുന്ന പോലെ ഉണ്ട്. പണ്ട് എന്താ മക്കളെ നിങ്ങൾ ഇത്ര മാത്രം ചിരിക്കാൻ? എന്റെ അച്ചാരൊന്നും പോയി കാണണം, മസ്ത് കോമഡിയാ. പിള്ളച്ച, ഇത് നമ്മൾ ഇന്നൊന്ന് ആഘോഷിക്കും. എടാ ജോർജേ, അപ്പൊ നീ പൈസയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. ആ പാലം പണി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 25 ലക്ഷം വരും. കലുങ്ങിന്റെ പണി കഴിയുമ്പോൾ ഒരു 16 ലക്ഷം കൂടെ വേറെ വരും കേട്ടോ. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ പേടിക്കണ്ട. നിക്ക് വെക്കല്ലേ. ഒരു മിനിറ്റ് ഒരു 20 രൂപയ്ക്ക് ഇതിനകത്തൊന്നും ചാർജ് ചെയ്തേക്കണേ. ആ ഓക്കെ. വലിയ കോൺട്രാക്ടറാണ് പോലും, ലക്ഷങ്ങളുടെ കണക്കാ. 20 രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ പൈസ ഇല്ല. അതെ, ഈ ഐഡിയക്കാർ 20 രൂപയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ടോ ഒന്ന് നോക്കാൻ മേലെ. ഇത് ഞാൻ എടുത്താ? ആ നേരത്തെ എടുത്തായിരുന്നല്ലേ. ആ ഇനി എടുത്തവർക്ക് ഇനി തരത്തില്ലേ കേട്ടോ. എന്നാ വിട്ടോ. ഹാ എന്റെ പൊന്നച്ചായ, ഇന്നലെ ആ പോലീസുകാരുമായിട്ട് എന്ത് പുകിലായിരുന്നു. ഇപ്പം കണ്ടില്ലേ പുള്ളിയുടെ കടപ്പ്. എടാ എന്തോ നാടാ, അവന്മാരും ഏതാണ്ടൊക്കെ പറയുന്ന കേട്ട് നീയും ഏതാണ്ടൊക്കെ പറഞ്ഞു. എന്റെ നാടാ, എന്റെ ഈ കാലം വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? എടോ, വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല, അവിടെ പണി നടക്കുവോ? ഞാനങ്ങ് പൊക്കോളാം സാറേ. അച്ചായ അവിടെ മൊത്തം ഇളക്കിട്ടേക്കോ അച്ചായ, പോകാൻ എന്തോ പറ്റുമോ? നാടോ, അതിലെ കൂടെ വേണമെങ്കിൽ നടക്കത്തില്ല സാറേ, എന്റെ വീട് അവിടാ സാറേ. ഞാൻ ഇതിനെ കൊണ്ട് പോകണ്ടായോ? താൻ പോടൂ എങ്ങോട്ടെങ്കിലും. പോകുന്നു ഞാൻ ലയമേലാത്തോ ഉന്നതമോ ശ്രീം പ്രാപിപ്പതിനാ നീ എന്നും നിലനിൽക്കുന്നു. തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹിനിയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ആശ്രത്തിലേക്ക് ഈ ആളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളിൽ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നാ പിന്നെ ബോഡി എടുക്കാം. സെമിത്തേരിയിലേക്ക് പോകേണ്ടവർക്ക് മുന്നേ പോകാം. വേണ്ട, എന്റെ അച്ചായനെ കൊണ്ടുപോകണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്നാ ഇത് ഇവിടെ കിടക്കട്ടെ, വായിച്ചോ നമുക്ക് പോവാം. കൊണ്ടുപോയി അവതക്കുട്ടിച്ചാനെ കൊണ്ടുപോയി അവതക്കുട്ടിച്ചാനെ കൊണ്ടുപോയി.
അത് കുട്ടിച്ചാനെ കൊണ്ടുപോയി. സന്തോഷമായിടൂ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് താൻ സാധിച്ചു തന്നത്. തനിക്കിതെങ്ങനെ സാധിച്ചിടൂ? അറിയണോ അറിയണോ? താൻ ആരാടോ? തന്നെ ഇതുവരെയ്ക്ക് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നെ കാണുമ്പോ തനിക്ക് എന്തോളം ഇത്ര സൂക്കേട്? എനിക്കൊന്ന് വട്ടാട്ട, എന്നിട്ട് നിന്നെ പോലെ ഇരുന്ന് ചിരിക്കാം. ചിരിക്കാൻ ഭ്രാന്തനാകണ്ടോ, ഭ്രാന്തനാകണ്ട. താൻ തന്നെ നോക്കി ചിരിക്കണോ, അപ്പൊ സമൂഹം തന്നെ നോക്കി ചിരിക്കും. ചിരി ഒരു ദാനമാണോ, കൊടുത്താ തിരിച്ചു കിട്ടും. താൻ ചിരിക്കണോ, താൻ ചിരിക്കണോ, താൻ ചിരിക്കണോ. ഞാൻ തന്റെ കാലനാണോ, കാലൻ. താൻ ചിരിക്കുന്ന നേരം തന്റെ പുറകെ ഞാൻ ഉണ്ടാവുള്ളൂ. എനിക്ക് വട്ടാണോ, വട്ട. തന്നെ പോലെ ഞാൻ ചിരിക്കാനാണ് വട്ടായതാണ്. പുറലോനെ ചിരിപ്പിച്ചിട്ട് ഞാൻ പോന്നുള്ളൂ. തന്റെ കാലനാണോ, കാലനാണോ ഞാൻ. എടോ ചിരിക്കണോ. ചിരിക്കണോ, എടോ ചിരിക്കണോ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചിരിക്കാൻ വരുന്നുണ്ട്. വരട്ടെ, ചിരിക്കേ. പോരട്ടെ. താൻ ചിരിക്കണോ, താൻ ചിരിക്കണോ, 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 താൻ ചിരിക്കണോ. പുറലോനെ ചിരിപ്പിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. തന്റെ കാലനാടോ, കാലനാടോ ഞാൻ.